ISL ഓരോ ക്ലബ്ബും ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ പറയുന്ന പ്ലാൻ ഞങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത നടപടി എന്താകുമെന്നുള്ളത്. ഒരുപക്ഷെ AIFFന്റെ ഈ ഒരു ഷെഡ്യൂൾ ISL ക്ലബ്ബുകൾ നിരസിച്ചേക്കാം. വരും മണിക്കൂറുകൾ കൊണ്ട് ഇവിടെയാണ് ISLന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. വരുന്ന മണിക്കൂറിനുള്ളിൽ ISL ക്ലബ്ബുകളെല്ലാം AIFനോട് ചോദിക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിലയിരുത്താൻ പോകുന്നത്. ഇനിയുള്ള മണിക്കൂറുകളൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വളരെ ക്രൂഷ്യലാണ്. ഓക്കെ, ISL ക്ലബ്ബുകൾ AIFFന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചൗബയോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെക്കുറിച്ച് പറയാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ ഇഞ്ചറി കൺസേണിനെ കുറിച്ചാണ്. 180 ദിവസങ്ങളിൽ നിന്നും 150 മത്സരങ്ങളാണ് കളിക്കണമെന്ന് ഈ പറഞ്ഞ AIFFന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചൗബെ പറഞ്ഞിട്ടുള്ളത്. പ്ലേയേഴ്സിന്റെ ആരോഗ്യ സുരക്ഷയെക്കുറിച്ച് എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ചാണ് AIFF കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യമാണ് ISL ക്ലബ്ബുകളൊക്കെ ആ ഒരു മീറ്റിംഗിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യം. ഫിഫയുടെയും ACL മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പരിഗണിക്കുന്നത് 72 തൊട്ട് 96 മണിക്കൂറാണ് റെക്കമെൻഡഡ് റിക്കവറി പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലെയറിന് കിട്ടേണ്ട ഒരു മിനിമം റിക്കവറി പീരീഡ് എന്ന് പറയുമ്പോൾ 4-5 ദിവസങ്ങളാണ്. അപ്പോൾ ആ ഒരു സമയം ഇതിൽ ഈ ഒരു ഇഞ്ചറി കൺസേൺ വഴി എങ്ങനെ ഓരോ ക്ലബ്ബ് പ്രയോഗിക്കുമെന്നൊരു കാര്യം ISLലെ ഒട്ടുമിക്ക ക്ലബ്ബുകളും AIFFനോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് കളിക്കേണ്ടി വരുമ്പോൾ ACL ഇഞ്ചറി, ലിഗ്മെന്റ് ഇഞ്ചറി എന്നതെല്ലാം ഡബിൾ ആകുമെന്നൊരു കാര്യം അവിടെ ISL ക്ലബ്ബുകളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ISL ക്ലബ്ബുകൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുക? AIFF ആണോ, ISL ആണോ, അല്ലെങ്കിൽ കളിക്കേണ്ട ക്ലബ്ബുകളാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് പ്ലെയർ മെന്റൽ സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ട്. പ്ലേയേഴ്സിന്റെ മെന്റൽ ലോഡ് ലെവലും മെന്റൽ ഫാറ്റിഗും മാത്രമല്ല പ്ലേയേഴ്സിന്റെ ആ ഒരു സ്ലീപ്പിംഗ് പീരീഡ്, ആ ഒരു സ്ലീപ്പ് സർക്കിൾ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളൊരു കാര്യം ക്ലബ്ബുകൾ AIFFനോട് ചോദിക്കുന്നുണ്ട്. അതായത് 180 ദിവസമാണല്ലോ, കണ്ടിന്യൂസ് ക്യാമ്പ് ഉണ്ട്, ട്രാവൽ, നമുക്കറിയാം ഒരു ട്രാവൽ പീരീഡ്, പിന്നെ ഫാമിലി ടൈം എത്ര സ്പെൻഡ് ചെയ്യാം. നമുക്കറിയാം ISL തന്നെ കഴിഞ്ഞ 2-3 ഇതുവരെയുള്ള സീസണുകളിലൊക്കെ 180 ദിവസം കൊണ്ട് ക്യാമ്പും ട്രാവലിങ്ങും മാത്രമല്ല ഫാമിലി ടൈം, ഇതൊക്കെ പ്ലെയേഴ്സിന് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഇത് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊന്നും ഇവിടെ നമുക്ക് ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒന്നും ഒരു പോസിബിൾ ആവേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിനൊക്കെ കുറിച്ച് തന്നെ പ്ലെയേഴ്സ് തന്നെ അസോസിയേറ്റ് ചെയ്തിട്ട് AIFFനെ കുറിച്ച് അങ്ങോട്ട് ചെന്ന് അപ്രോച്ച് ചെയ്ത് അറിയിച്ചിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് കൂടി ക്ലബ്ബുകൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, മൂന്നാമതായിട്ട് പ്രിപ്പറേഷൻ ആൻഡ് ട്രെയിനിങ് പീരീഡ്. പ്രീ സീസൺ ഉണ്ട്, അതുപോലെ തന്നെ മിഡ് സീസൺ ട്രെയിനിങ് ഉണ്ട്, മാത്രമല്ല ടാക്ടിക്കൽ പ്രിപ്പറേഷൻ. അങ്ങനെ ആ പോസിബിൾ ആവേണ്ട ആ ഒരു ഷെഡ്യൂള് എങ്ങനെ ഈ വർഷം അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ പോസിബിൾ ആവും എന്നതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പ്രീ സീസൺ പോലും 4-5 വീക്ക് വേണം. നമുക്ക് എല്ലാ ISL സീസണിലും തുടങ്ങുമ്പോഴും നമുക്കറിയാം നമുക്ക് ഈ ഒരു സീസൺ ISL തുടങ്ങും അല്ലെങ്കിൽ ഇല്ല എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ പോലും നമുക്ക് കൃത്യമായിട്ടൊരു ട്രെയിനിങ് ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ക്യാമ്പിലൊന്നും നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് പ്രീ സീസൺ പോലും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു സൂപ്പർ കപ്പ് മാത്രമേ ISL ക്ലബ്ബുകൾക്ക് പറയേണ്ടതായിട്ട് കിട്ടിയിട്ടുള്ളൂ. അതല്ലാണ്ട് ഒരു പ്രീ സീസൺ പ്രിപ്പറേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്ന് പല ഒട്ടുമിക്ക ക്ലബ്ബുകൾക്കും കിട്ടിയിട്ടില്ല. പിന്നെ ഷോർട്ട് റിക്കവറി പ്രോസസ്സും ടാക്ടിക്കൽ സെഷൻസ് ഒന്നും ഈ പറഞ്ഞ ഈ ഒരു ഷോർട്ട് പീരീഡിൽ ഒട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം കൂടിയാണ് എന്നാണ് ക്ലബ്ബുകൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. പിന്നെ ഇവിടെയുള്ള ഒരു ഫുട്ബോൾ ക്വാളിറ്റിയും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്വാളിറ്റി കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രക്ചറിൽ ഫുട്ബോളിൻ്റെ ഒരു മഹിമ അവിടെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ആരേറ്റെടുക്കും എന്നുള്ളൊരു ചോദ്യമാണ് അവസാനം അവിടെ ചോദിച്ചിട്ടുള്ളത്. അടുത്തായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ടിക്കറ്റ് സെയിൽ ആൻഡ് സ്റ്റേഡിയം അറ്റൻഡൻസിൻ്റെ ഒരു കാര്യം. അതായത് ബാക്ക് ടു ബാക്ക് ഹോം മാച്ചസ് വന്നതിൽ ടിക്കറ്റ് സെയിൽ പലതവണ ശരിക്കും അറിയാം നമുക്കത് ഡ്രോപ്പ് ആകുന്നുള്ളൊരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാവുന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്, ഇന്നൊരു മത്സരം ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞാൽ ചിലപ്പോൾ നാളത്തെ ഒരു മാച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് തന്നെ വരും. അതുവഴി ആരാധകർക്ക് എത്രത്തോളം മത്സരങ്ങൾ അവിടെ ഡ്രോപ്പ് ആവാം. എല്ലാവരും പല ഡ്യൂട്ടി ടൈമും ആ ഒരു തിരക്കുകളൊക്കെ ഒരിക്കലും ഒരു മിഡ് വീക്കിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഫാൻസിനൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. ഇനിയിപ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ഞാൻ നമ്മുടെ കാര്യമല്ല പറയുന്നത്, മറ്റ് ISL ക്ലബ്ബുകൾക്ക് അതെങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ കൂടുതലായിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഓക്കെ, വീക്ക് ഡേ മാച്ചസ് ലോ അറ്റൻഡൻസ് ആയിരിക്കും, ടു ഫ്രീക്വൻറ്റ് ഹോം ഫിക്ചേഴ്സ് ആണ്. പിന്നെ ഇതേ സിറ്റുവേഷനിൽ AIFFനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് റവന്യൂ കോമ്പൻസേഷൻ മോഡൽ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഈ ഒരു ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
ഇനി അഞ്ചാമത്തിലേക്ക് വരുമ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ആൻഡ് വ്യൂവർഷിപ്പിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ബ്രോഡ്കാസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഈ ഷെഡ്യൂൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, വ്യൂവർഷിപ്പ് ഡ്രോപ്പ് വന്നാൽ ISLന്റെ മാർക്കറ്റ് വാല്യൂ തന്നെ താഴുന്നില്ലേ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് AFF എന്താണ് അവിടെ ഒരു പഠനം നടത്തിയിട്ടുള്ളത് എന്നാണ് ISL ക്ലബ്ബുകൾ ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള ചോദ്യം. മാത്രമല്ല AF ബ്രോഡ്കാസ്റ്റിംഗ് ക്യാൻസലേഷൻ നടത്തിയോ, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ഈ വരുന്ന മണിക്കൂറിൽ AFF നൽകിയേ മതിയാവും. ഇതിനെ തുടർന്നായിരിക്കും ഇനി അങ്ങോട്ട് ISLന്റെ ഭാവി തീരുമാനിക്കുക. ഇനിയിപ്പോൾ ഈ ഒരു വർഷം ISL ഉണ്ടാകുമോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ. ഓക്കെ, ഇനി ആറാമത് മാച്ച് വെന്യൂ ആൻഡ് പിച്ച് ക്വാളിറ്റി, അതിനെക്കുറിച്ചാണ് ക്ലബ്ബുകൾ ചോദിച്ചിട്ടുള്ളത്. അതായത് 180 ദിവസത്തിനുള്ളിൽ 150 മത്സരങ്ങളാണ്. അതായത് മെനി ഡബിൾ ഹെഡർ മാച്ചസ് ആണ്. പിന്നെ അവിടെ കൂടുതൽ പോസിബിൾ ആവുന്നൊരു കാര്യം, സ്റ്റേഡിയം പിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത്. അതായത് ആ ഒരു സ്റ്റേഡിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ളൊരു ഗ്രാസ് റൂട്ട് ISL അല്ലെങ്കിൽ AFFന് ഇന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അവിടെ ക്ലബ്ബുകൾ ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ തന്നെ നമുക്കറിയാം ISL ഒട്ടുമിക്ക ക്ലബ്ബുകളുടെയും ഹോം സ്റ്റേഡിയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പിച്ചൊക്കെ ഭയങ്കര മോശം കണ്ടീഷനാണ്. അത് നമ്മൾ ഈ ഒരു സൂപ്പർ കപ്പിൽ കൂടി കണ്ടതാണ്. അപ്പോൾ അതിനി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നൊരു കാര്യം ഇന്ന് ISL ക്ലബ്ബുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 6 കാര്യങ്ങളായിട്ട് വ്യക്തമായിട്ട് AFFനോട് ക്ലബ്ബുകൾ ചോദിക്കുന്നുണ്ട്. അവസാനത്തെ ഒരു സ്റ്റെപ്പിൽ ചോദിക്കുന്ന കാര്യമാണ് AFF ഒരു കാര്യം കൃത്യമായിട്ട് പറയൂ എന്ന് തന്നെ പറയുന്നുണ്ട്. അതായത് 150 മത്സരങ്ങൾ 150 ദിവസത്തിനുള്ളിൽ കളിക്കണമെന്ന ആ നിങ്ങളുടെ നിർദ്ദേശം ഞങ്ങൾ ക്ലബ്ബുകൾ അംഗീകരിക്കാത്ത പക്ഷം നിങ്ങളുടെ ബാക്കപ്പ് പ്ലാൻ എന്താണ് എന്നാണ് അവിടെ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ചോദിച്ച് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത പക്ഷം ലീഗ് പോസ്റ്റ്പോണ്ട് ചെയ്യാനാണോ AFF റെഡി ആയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മത്സരങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് പുതിയ ഫോർമാറ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ, ഇനിയിപ്പോൾ പോസ്റ്റ്പോണ്ട് ചെയ്യണോ അല്ലെങ്കിൽ മാച്ചുകളുടെ എണ്ണത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കുറയ്ക്കുമോ എന്നുള്ളൊരു കാര്യമാണ് പിന്നീട് ചോദിച്ചിട്ടുള്ളൊരു കാര്യം. പിന്നീട് ചോദിക്കുന്ന ചോദ്യമാണ്, സീസൺ നീട്ടാൻ കഴിയില്ലെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ അപ്പോൾ ആ ഒരു ഓൾട്ടർനേറ്റീവ് കലണ്ടർ എപ്രകാരമാണ് എന്ന് പിന്നെയും ചോദിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ബ്രോഡ്കാസ്റ്റിംഗ് പാർട്ട്നേഴ്സിനെ നിങ്ങൾ ഓൾറെഡി കൺവിൻസ് ചെയ്തോ. അത് ഏറ്റവും മോസ്റ്റ് വാല്യൂബിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഈ അടുപ്പിച്ച് ഇപ്പോൾ ഡബിൾ ഹെഡർ മാച്ചസ് ഒക്കെ ഒരുപക്ഷെ അടുപ്പിച്ച് വരാം. അപ്പോൾ ആ ഒരു സമയത്ത് ബ്രോഡ്കാസ്റ്റിങ്ങിനെ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കൂടി പറഞ്ഞാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി തന്നെയാണെങ്കിൽ. അല്ലെങ്കിൽ അവർ ചോദിച്ചതിനനുസരിച്ച് നിങ്ങൾ ഫോർമാറ്റ് മാറ്റേണ്ട സാഹചര്യം ഇനി ഉണ്ടാകുന്നുണ്ടോ. അതായത് ബ്രോഡ്കാസ്റ്റിങ്ങിൽ അവർ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ വല്ലതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ വ്യക്തമായി ചോദിക്കുന്നത്. പിന്നീടുള്ള ചോദ്യം, AFF ഈ ഒരു ഷെഡ്യൂൾ പാസ്സാക്കാതെ പോയാൽ ലീഗ് തന്നെ റദ്ദാക്കാൻ തയ്യാറാണോ എന്നുള്ളൊരു ചോദ്യമാണ് പിന്നീട് ചോദിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ ISL ഫെഡപ്പ് അല്ലെങ്കിൽ സൂപ്പർ കപ്പ് മോഡൽ ഷോർട്ട് സീസൺ ആകുമോ എന്നും ചോദിക്കുന്നുണ്ട്. അതായത് ഒരു ഓൾട്ടർനേറ്റീവ് ഫുൾ ടൂർണമെന്റ് എന്ന് മാറ്റിയിട്ട് ഗ്രൂപ്പ് സ്റ്റേജ് വെച്ചുകൊണ്ട് ആ ഒരു ടൂർണമെന്റ് ആണോ ഇനി ഉദ്ദേശിക്കാൻ കഴിയുന്നത് എന്നതുകൂടി ആ ഒരു സെഗ്മെന്റിൽ അവിടെ AFFനോട് ക്ലബ്ബുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സൂപ്പർ കപ്പ് കഴിഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം വെച്ച് ആ ഒരു രീതിയിൽ ഈ ഒരു ടൂർണമെന്റ് നടത്തുമോ എന്നാണ് പിന്നീട് ചോദിച്ചിട്ടുള്ളൊരു കാര്യം. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ചോദിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ പ്ലേയേഴ്സിൻ്റെയും ക്ലബ്ബുകളുടെയും സമ്മതമില്ലാതെ ഈ സീസൺ എങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകും എന്ന് നിങ്ങളൊരു ക്ലിയർ റൂട്ട് മാപ്പ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ. അതായത് ഇന്ന് ISL ക്ലബ്ബുകളുടെ ആരുടെ ആ ഒരു സമ്മതം ഇല്ലാണ്ട് നിങ്ങൾ എങ്ങനെ ഈ ഒരു ISL മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് റൂട്ട് മാപ്പ് ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് AFFന് വേണ്ടി ആ കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ളതിൽ നിന്നും പ്രശസ്ത ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. എന്തായാലും നിങ്ങളെപ്പോലെ തന്നെ ആ വരാൻ പോകുന്ന ചില മണിക്കൂറുകളിൽ എന്തായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് നടക്കുക എന്നുള്ളൊരു വലിയ ആകാംക്ഷയിൽ തന്നെയാണ് ഞാനും. എന്തായാലും ഈ വർഷം ISL ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നതും. പക്ഷെ അതും എല്ലാവർക്കും പല ഒരു കാറ്റഗറിയിൽ നിന്ന് അല്ലെങ്കിൽ പല പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുമ്പോൾ എന്തുകൊണ്ടും പ്ലെയേഴ്സിനും കോച്ചിങ് സ്റ്റാഫിനും എല്ലാവർക്കും കൂടി മെച്ചപ്പെടാൻ പറ്റി അല്ലെങ്കിൽ അവർക്കും കൂടി ഒന്ന് കമ്മിറ്റ് ചെയ്ത് നടത്താൻ പറ്റുന്ന രീതിയിൽ ഒരു ശുഭകരമായിട്ടുള്ളൊരു സീസൺ തന്നെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് എന്തിനോ വേണ്ടി ഒരു സീസൺ തട്ടിക്കൂട്ടി നടത്തുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ അതും തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ ഇപ്പോൾ എന്തായാലും ഇനി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ് ഇനി പ്രശസ്ത ഭാഗങ്ങൾ ഇനി ഈ ഒരു മീറ്റിങ്ങിന് ശേഷം അതായത് ഈ വരുന്ന മണിക്കൂറുകൾക്ക് ശേഷം കഴിഞ്ഞ് എന്ത് റിസൾട്ടാണോ വരാൻ പോകുന്നത് അത് നമുക്ക് വഴിയെ കണ്ടു തന്നെ അറിയാം. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് കൂടുതൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങളെപ്പോലെ തന്നെ ആ ഒരു ആകാംക്ഷ എനിക്കുണ്ട് ഇനി ഈ ഒരു ISL സീസൺ എന്താകും എന്നുള്ള ആ റിസൾട്ടിനെ കുറിച്ച്. സോ
ഞാൻ ഈ ഒരു ഫേസ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ വന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു ഫേസ് ക്യാമൊക്കെ ആയിട്ട് വന്നേക്കുന്ന ഒരു പുതിയൊരു തുടക്കമാണ്. ഇതിന് മുമ്പൊക്കെ അറിയാം നിങ്ങൾക്ക്, ഞാൻ വോയിസിൽ വന്നിട്ട് പറയുന്ന ആ ഒരു പ്രതീതിയാണ്. അപ്പോൾ ആ ഒരു വോയിസ്, എൻ്റെ സംസാരം, ആ ഒരു പ്രസൻറ്റേഷനിൽ നിന്നും ഈ ഒരു മൊഡ്യൂലേഷൻ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഞാൻ ആ വോയിസിൽ വന്ന് മൈക്ക് കുത്തി പറയുന്ന പോലെയല്ല ഇങ്ങനെ ഓൺ സ്ക്രീൻ ക്യാമറയിൽ വന്നിരുന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഡേ ബൈ ഡേ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് മെച്ചപ്പെടുത്തും. ഇപ്പോൾ ജസ്റ്റ് ഒരു തുടക്കമല്ലേ, ഇനിയിപ്പോൾ ചെയ്ത് ഡേ ബൈ ഡേ ആയിരിക്കും നമ്മുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു സെറ്റപ്പിനൊക്കെ ഒരു മാറ്റം വരിക. എന്തായാലും തുടർന്ന് ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ISL ഈ ഒരു നടത്തിപ്പിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചൊല്ലി ഉള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യപ്പെടുത്താം. മറ്റൊരു ദിവസം മറ്റൊരു പുതിയ എപ്പിസോഡുമായിട്ട് സെനീസ് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.